അമിത ജോലി, തരം താഴ്ത്തൽ, വൃത്തത്തിൽ VE-മാർ എന്താ അല്ലേ? തദ്ദേശ വകുപ്പ് സംയോജനത്തിന് പിന്നാലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തിക ഇല്ലാതാക്കിയതിനു പുറമെ സർവീസിലുള്ളവരെ തരം താഴ്ത്തിയെന്ന് ആരോപിച്ച് ജീവനക്കാരിൽ അമർഷം പുകയുന്നു. അവധിയെടുത്തും സഹകരിച്ചും പ്രതിഷേധം കടുപ്പിക്കുകയാണ് 1000-ലധികം VEOമാർ. പ്രശ്നം ജോയിന്റ് കൗൺസിൽ ഏറ്റെടുത്ത് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം ധർണ നടത്തി. ഇത് തുടർന്നാൽ കേന്ദ്ര പദ്ധതികളുടെ നിർവഹണം ഉൾപ്പെടെ പ്രതിസന്ധിയിലാകും. അതായത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കീഴിൽ പ്രവർത്തിച്ച VEOമാരെ, അതായത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കീഴിലേക്ക് മാറ്റിയതാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ VEOമാർ പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ ഹാജര് രേഖപ്പെടുത്തി അവിടെ നിന്ന് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വാങ്ങി ബ്ലോക്കിൽ നൽകിയാലേ ശമ്പളം അനുവദിക്കൂ എന്ന ഉത്തരവാണ് VEOമാരെ പ്രകോപിപ്പിച്ചത്. അതായത് ഇവരെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കീഴിലേക്ക് മാറ്റി, അതൊരു കാരണം. പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പാകെ ചെന്ന് ഹാജര് രേഖപ്പെടുത്തി അവിടെ നിന്നും ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വാങ്ങിയെങ്കിൽ മാത്രമേ അവർക്ക് ശമ്പളം നൽകൂ എന്ന് ഉത്തരവ് വന്നു. ആ ഉത്തരവിൻ്റെ ഇതിലാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നാലെ പഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ ഓഫീസുള്ള VEOമാർ മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതിയെന്ന് ഉത്തരവ് മയപ്പെടുത്തിയെങ്കിലും അമിത ജോലി അടിച്ചേൽപ്പിച്ചും ഒഴിവുള്ള VEOമാർക്ക് പകരക്കാരെ നിയമിക്കാതെ ഈ ജോലിയും തൊട്ടടുത്ത VEO നിർവഹിക്കേണ്ട സ്ഥിതിയാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പിന്നാലെ ഇത് പഞ്ചായത്ത് ഓഫീസ് വളപ്പിലുള്ള ഓഫീസുള്ള VEOമാർ മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അതുകൂടാതെ അമിതമായ ജോലി, അതായത് വർക്കിംഗ് അവേഴ്സിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. അടിച്ചേൽപ്പിച്ചു. ഒഴിവുള്ള VEOമാർക്ക് പകരക്കാരെ നിയമിക്കാതെ, അപ്പം ഒഴിവുള്ളിടത്ത് പകരം ആളെയാണല്ലോ എടുക്കേണ്ടത്. അങ്ങനെ പകരം ആളെ എടുക്കാതെ അവരുടെ ജോലി കൂടി ഈ VEOമാർ ചെയ്യണം. ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇവർക്ക് ഇത് സഹിക്കുക. അതായത് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ വർക്ക് ചെയ്യുന്നത് ദാറ്റ്സ് ഫൈൻ. പക്ഷേ അതിനു ശേഷം വർക്ക് ചെയ്യുന്നത് ചിലരുടെ ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെ ആയിരിക്കില്ല, ചിലർ മെൻ്റലി ഓക്കെ ആയിരിക്കില്ല. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഈയിടെ പല ഇതുമായിട്ടല്ല അല്ലാണ്ടും വേറെ ജോലി സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ പല കുഴഞ്ഞു വീണ് മരിച്ചതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ കുറേ ഓഫീസുകളിലുണ്ട്. വകുപ്പ് സംയോജനത്തിലൂടെ LD ക്ലർക്കുമാർക്ക് VEOമാരാകാം. ശമ്പളം LD ക്ലർക്കിൻ്റെതാണെങ്കിലും ജോലി പഞ്ചായത്ത് സെക്രട്ടറിയേക്കാൾ കൂടുതലായതിനാൽ ഈ ചുമതലയിലേക്ക് എത്താൻ LD ക്ലർക്കുമാർക്ക് തയ്യാറായിട്ടില്ല. അപ്പം അമിത ജോലിയും ചെയ്യിപ്പിക്കും, ശമ്പളം വാങ്ങണമെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പം ഈ VEOമാരിങ്ങനെ പ്രതിഷേധിക്കുന്നത്. ഈ അമിത ജോലി മാത്രമല്ല, അവരെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ ഒരാൾ ഫിസിക്കലി ഹേർട്ട് ചെയ്തതിനേക്കാളും കൂടുതൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് മെൻ്റലി ഹേർട്ട് ചെയ്യുമ്പോഴാണ്. തീർച്ചയായിട്ടും. ഫിസിക്കലി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 2-3 ദിവസം കഴിയുമ്പം ഫിസിക്കലി ഉള്ള ഡാമേജ് നമുക്ക് മാറിക്കിട്ടും. മെൻ്റലി ഉള്ള ആ ഒരു പ്രശ്നം നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് ഒരു 1 ഡേ മതിയായിരിക്കും. പക്ഷെ ചിലരെ സംബന്ധിച്ച് 1 ഡേ ഓർ 2 ഡേയ്സ്, ചിലപ്പോൾ 1 വീക്കൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഫിസിക്കലി നമ്മളെ വിഷമിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ മെൻ്റലി നമ്മൾ ടോർച്ചർ ചെയ്യുമ്പം നമുക്കത് ചിലർക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഓരോരുത്തരുടെയും ഫിസിക്കൽ കണ്ടീഷൻ വ്യത്യസ്തമായിരിക്കും. ഇപ്പം അഖിലേക്ക് ഒരു 10 hours കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കാം. ഇപ്പം എന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് 10 hours കൂടുതൽ പറ്റില്ലായിരിക്കാം. അതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ഉണ്ട്. അപ്പം ഇവർ ആ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നതും പോരാ, ഒഴിവുള്ള ആൾക്കാരുടെ ഡ്യൂട്ടി കൂടി അവർ ചെയ്യേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ ഇവർക്ക് വന്നിരിക്കുന്നത്. പിന്നെ ശമ്പളത്തിൻ്റെ കാര്യത്തിലും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു വർക്കിംഗ് അവേഴ്സ് ഉണ്ടെങ്കിൽ ആ വർക്കിംഗ് അവേഴ്സിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇല്ല ഓക്കെ.